ഹലോ അസ്സലാമു അലൈക്കും മക്കളെ. മലപ്പുറത്ത് നിന്ന് ലോഡേറ്റ് വന്ന ചെക്കന്മാരെ കാണാൻ മലപ്പുറത്ത് നിന്ന് മധുരയ്ക്ക് ലോഡേറ്റ് വന്നതാണ്. ലോഡ് ഇറക്കി തരാമെന്ന് പറഞ്ഞു 12 മണിക്ക്. ഇവിടെ എത്തിയപ്പോൾ ലോഡ് ഇറക്കാൻ ആളില്ല, ആകെ പെട്ട്. ഇന്ന് നോമ്പ്, ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ നോമ്പിനൊക്കെ ചെക്കന്മാർ അത്തായമൊക്കെ കഴിച്ച് കിടക്കുക. അത്തായം തരാം, നീന്തർപ്പായ കഴിച്ച് കണ്ട് ചായ കുടിച്ച് കിടക്കുകയാണ്. എടാ നീയത്തച്ചില്ലേ? നീയത്തച്ചാ അപ്പോൾ നീയത്തൊക്കെ വെച്ച് കിടക്കുകയാണ്. അപ്പോൾ മക്കളെ പറയാനേ മലപ്പുറം നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ 12 മണിക്ക് എത്തി, 12 എത്തിക്കണേ. അപ്പോൾ അവരെത്തിയപ്പോൾ അവരൊന്നും ലോഡർക്ക് ആളില്ല, നാളെ രാവിലെ നേരം 7 മണിയാവും പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ടൗണൊക്കെ കറങ്ങി എല്ലായിടത്തും റൂം കിട്ടുമോ നോക്കി. റൂമൊന്നും കിട്ടില്ല. റൂമിനൊക്കെ ഉള്ള റൂം തന്നെ 8 റുപ്യ 1800 റുപ്യൊക്കെ പറയണേ. അപ്പോൾ 4 ആളുണ്ട്, 4 ആൾക്ക് ഒരു 3000 ആവും. അപ്പോൾ നമ്മളെ ഒഴിവാക്കി. അപ്പോൾ എന്തേ കണ്ടല്ലോ ഞങ്ങളെ അവസ്ഥ, ലോഡിയിട്ട് വന്ന അവസ്ഥ. ഇത് ലോഡ് വണ്ടി കേട്ടോ, നമ്മൾ വണ്ടിയാണ്. വണ്ടീൻ്റെ മുകളിലെ ലോഡ് ദാർപ്പേൻ്റെ മുകളിലാണ് ഞങ്ങൾ കിടക്കുന്നത്. പക്ഷെ ഇവിടെ നല്ല അടിപൊളി സുഖമുള്ള ബെഡ് ആർക്കും കിട്ടുമോ അല്ലേ? അതായത് ഈ ബെഡിന് വില എത്ര? ഞങ്ങൾക്ക് എന്തായാലും ഈ ബെഡിന് 40,000-40,000 റുപ്യ വിലയുള്ള ബെഡാണ്. ഇത് പ്രമോഷനായി പോകണ്ടോന്നൊരു സംശയം. ഈ ബെഡിൽ കിടക്കണേ അത് ലോറിന്റെ മുകളിൽ എന്താ സുഖം മക്കളെ. ഈ സുഖം ആർക്കും കിട്ടൂല. അപ്പൊ ഇന്ന് നോമ്പ് എല്ലാവർക്കും റമളാൻ ആശംസകൾ. ഈ സുഖം തന്നീന് നന്ദി. അപ്പോൾ അത് വേറെ കാര്യം. നമുക്ക് ഈ സുഖം നമുക്ക് വേറെ നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മളെ പറ്റിച്ചാട്ടാ അവർ. കാരണം ഇറക്കി തരാമെന്ന് പറയുന്നത് നമ്മളവിടെ നാട്ടിൽ നിന്ന് പോകുന്നത്. ഇവിടെ എത്തിപ്പോൾ ആളില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചു. പക്ഷെ അവർക്ക് നമുക്ക് കിടക്കാനുള്ള സൗകര്യം തന്നില്ല. നമ്മളുള്ള സൗകര്യത്തിൽ വെച്ചാൽ നമ്മൾ മലപ്പുറക്കാരല്ലേ, മലയാളികളല്ലേ, നമ്മളങ്ങാണല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇവരൊക്കെ നമ്മളെ എൻ്റെ കൂടെ വന്ന ചെക്കന്മാരാണ്. അപ്പോൾ അവർക്ക് കിടക്കാൻ സ്ഥലം നമുക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇത്ര കാട്ടറും വേറെ സൗകര്യം വേണ്ടേ. അങ്ങനെ ഏതായാലും സെറ്റ് മുന്നിലൊരാൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതാണ് ലോറി ഡ്രൈവർമാർ, അതുപോലെ തന്നെ ലോങ് ഹോൾ ഡ്രൈവർമാരൊക്കെ അവസ്ഥ. പുറത്ത് പോയി കഴിഞ്ഞാൽ റൂമില്ല, ചിലവില്ല, കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ ലോഡിട്ട് പോകുന്നത്. അപ്പോൾ ലോറി ഡ്രൈവർമാരൊക്കെ ഉണ്ട്, ഇത് മെൻഷൻ ചെയ്യുക, പരമാവധി സപ്പോർട്ട്. ഇതേവരെ അനുഭവമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമ്മനടിക്കുകയും ലോഡിട്ട് പോയി ഇവിടെ സൈഡാക്കി ഉറങ്ങിയതും ഇതുവരെ കൊതുകൊക്കെ കടിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊതുകിങ്ങനെ അടിച്ചിട്ടുണ്ട്. കൊതുക് മക്കളെ കൊതുക് നമ്മുടെ കൊതുക് കൊതുക് കൊണ്ട് ആറാട്ട് ഒന്നും പറയാനില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.